ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ യൂണിറ്റായ കേരളക്കരയിൽ എന്ന പാഠമാണ്. ഈ പാഠവും അതിലുള്ള ചില പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാഠഭാഗത്തിൻ്റെ വിശദീകരണവും എല്ലാമാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മനോഹരമായൊരു ചിത്രം തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അടങ്ങുന്ന ഒരു ചിത്രമാണ് അല്ലേ ഇത്? പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതകളാണ്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എസ്.കെ. പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. കേരളമേ, നിന്റെ യോമനപ്പേർ കേൾക്കെ കോൾമെയിർ കൊള്ളുമെന്നുള്ളമെന്നും. നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കും നാടുകളും വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. ഇത്രയും മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. നമുക്ക് കേരളത്തിൻ്റെ ഭൂപടം നോക്കിയാലോ? ഇതാണ് കേരളത്തിൻ്റെ ഭൂപടം. 14 സംസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് ആ ജില്ലകൾ. ഇനി നമുക്ക് കേരളത്തെക്കുറിച്ച് ഏതാനും ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കർണാടക എന്നിവയാണ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? നമ്മൾ പറഞ്ഞു 14 ജില്ലകളാണുള്ളത്. ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും വലിയ ജില്ല പാലക്കാടുമാണ്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ കടൽ തീരമില്ലാത്തവയാണ്. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭൂപടത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കൂ. ഓരോ ചോദ്യത്തിനും നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉപയോഗിച്ച് ക്ലാസ്സിൽ ഒരു ചോദ്യോത്തരപ്പയറ്റ് നടത്താവുന്നതാണ്. ഭൂപ്രകൃതി. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിലെത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയി തിരിക്കാം. ഭൂപടം ചിത്രം 10.2 നിരീക്ഷിച്ച് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നെഴുതൂ. മലനാട്, ഇടനാട്, തീരപ്രദേശം തുടങ്ങിയവയാണവ. കേരളത്തിൻ്റെ ഭൂപടം കണ്ടോ? ഇതിൽ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് മലനാട്, അതുപോലെ തന്നെ പച്ച നിറത്തിൽ കാണുന്നതാണ് ഇടനാട്, മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് തീരപ്രദേശം. നമുക്കിനി ഈ ഭൂപ്രകൃതികൾ ഓരോന്നായി പരിചയപ്പെടാം. മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. സഹ്യൻ്റെ മടിയിൽ. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധിയിനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയവ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്നും പേരുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും ശേഖരിച്ച് സാമൂഹ്യശാസ്ത്ര ലാബിലെ കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി നോക്കൂ. നിശബ്ദതയുടെ താഴ്വരയിൽ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം.
രണ്ടാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തൂ. മലനാടും തീരപ്രദേശവുമാണ്. ഭൂപ്രകൃതി വിഭാഗങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. കാലാവസ്ഥ. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. ഏതൊക്കെ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്? കേരളത്തിൽ മഴ ലഭിക്കുന്നത് പ്രധാനമായി 2 കാലങ്ങളിലാണ്. ജൂണിൽ ആരംഭിക്കുന്ന മഴക്കാലത്തെ ശാസ്ത്രീയമായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും മലയാളത്തിൽ കാലവർഷമെന്നും ഇടവപ്പാതി എന്നും വിളിക്കുന്നു. ഈ മഴക്കാലം ഏതാണ്ട് സെപ്റ്റംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ ശാസ്ത്രീയമായി വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും മലയാളത്തിൽ നമ്മൾ തുലാവർഷമെന്നുമാണ് വിളിക്കുന്നത്. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി. വേനൽക്കാലത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് നാട്ടിൽ അനുഭവപ്പെടുന്നത്? നദികളിൽ നീരൊഴുക്ക് കുറയുന്നു, കുടിവെള്ളക്ഷാമം, കനത്ത ചൂട്, വരൾച്ച. കേരളത്തിൻ്റെ അടുത്ത പ്രത്യേകതയായ നദികളെക്കുറിച്ച് നോക്കാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. നിങ്ങളുടെ ജില്ലയിൽ കൂടി ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? അത് മക്കളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ കൂടെ ഒഴുകുന്ന നദികൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഭൂപടം നോക്കിയാൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കാം. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്? മലനാടിൽ നിന്നാണ്. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതുക. കുടിവെള്ളത്തിന്, കുളിക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, കൃഷിക്ക് തുടങ്ങിയവയ്ക്കെല്ലാം നമുക്ക് നദികളിലെ ജലം ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേറെ പ്രയോജനങ്ങളുള്ള നദികളുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ. ചിത്രം കണ്ടോ? നദികൾ മലിനമായി കിടക്കുന്ന ചിത്രമാണല്ലേ. പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റുകളുമെല്ലാം ഒഴുക്കിവിട്ട് നദികളെ മലിനീകരിച്ചിരിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. കേരളത്തിലെ നദികൾ ഇന്ന് മലിനീകരണ ഭീഷണി നേരിടുകയാണ്. നിങ്ങളുടെ നാട്ടിലെ നദികൾ ഇത്തരം ഭീഷണികൾ നേരിടുന്നുണ്ടോ? മറ്റേതൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ നാട്ടിലെ നദികൾ നേരിടുന്നത്? കരയിടിച്ചിൽ, മാലിന്യ നിക്ഷേപം, മണൽവാരൽ, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടൽ, നീരൊഴുക്ക് കുറയൽ, ഫാമുകളിൽ നിന്നുള്ള കീടനാശിനികൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ നദികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. പുനർജനി. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളമ്പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളമ്പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാടുവെച്ചു പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തുകൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. ഇത്രയേറെ നദികൾ ഉണ്ടായിട്ടും കേരളത്തിൽ പലയിടങ്ങളിലും വേനൽക്കാലത്ത് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നു. ഇതെന്തുകൊണ്ടായിരിക്കാം? നദികളിലെ നീരൊഴുക്ക് കുറയുന്നത്, അമിതമായ ജലചൂഷണം, വരൾച്ച, ഭൂഗർഭ ജലനിരപ്പ് താഴുന്നത്, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നത്. കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ചോദ്യം നോക്കൂ.
കായലുകളും തടാകങ്ങളും ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്തെല്ലാമാണവ? വ്യവസായ മാലിന്യങ്ങളുടെ നിക്ഷേപം, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളുടെ നിക്ഷേപം, കൃഷിസ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന കീടനാശിനികൾ, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം, ഫാമുകളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപം. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഈ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണല്ലേ? തീർച്ചയായും അവ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും പത്താം ഉദയത്തിന് വിളവിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. നമ്മുടെ കാർഷിക സംസ്കാരവും വിളവൈവിധ്യവും സജീവമായി നിലനിർത്തിയാലല്ലേ ഈ ആഘോഷങ്ങൾ അർത്ഥപൂർണമാകൂ. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കൂ. നമുക്ക് ഏതാനും ചില പഴഞ്ചൊല്ലുകൾ നോക്കാം. 1. വിത്ത് ഗുണം 10 ഗുണം. 2. ഞാറില്ലെങ്കിൽ ചോറില്ല. 3. മുളയിലറിയാം വിള. 4. പത്തായമുള്ളിടം പറയും കാണും. 5. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. 6. കള പറിച്ചാൽ കളം നിറയും. 7. വിത്തിനൊത്ത വിള. 8. പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. 9. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. 10. കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും. 11. വിത്തില്ലാതെ ഞാറില്ല. 12. അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. 13. വിത്ത് കുത്തി ഉണ്ണരുത്. 14. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും. 15. അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടാവില്ല. 16. 1000 മാങ്ങയ്ക്ക് അരപ്പൂള് തേങ്ങ. 17. ആഴത്തിലുഴുത് അകലത്തിൽ വിതയ്ക്കുക. 18. കനകം വിളയുന്ന മരമായാലും പുരയ്ക്കു ചാഞ്ഞാൽ മുറിക്കണം. 19. ആവശ്യ കോഴിക്ക് പണം 10. 20. പാലമരം കണ്ട തച്ചൻ ഒരു മരവും മുറിക്കില്ല. 21. കന്നിനും കാളയ്ക്കും കോലൊന്നു പോരാ. 22. ആനയ്ക്ക് വാഴത്തണ്ടും മനുഷ്യന് ചീരത്തണ്ടും. 23. കന്നിത്തേങ്ങ കള്ളനും വേണ്ട. 24. കടുക് ചോരുന്നത് കാണും, തേങ്ങ ചോരുന്നത് കാണില്ല. ഇനിയും ഒത്തിരി പഴഞ്ചൊല്ലുകളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടത്. കൂട്ടുകാർ കണ്ടെത്തി ശേഖരിച്ച് എഴുതുക. വിട പറയുന്ന വിളവൈവിധ്യം. മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായി കൃഷി ചെയ്യുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താൽപ്പര്യക്കുറവും ഇന്ന് കേരളത്തിലെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? ചർച്ച ചെയ്യൂ. ചോദ്യം നോക്കിക്കേ. നിങ്ങളുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇവയെ നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവ, മറുനാട്ടിൽ നിന്നും എത്തുന്നവ എന്നിങ്ങനെ പട്ടികപ്പെടുത്തൂ. കേരളത്തിൽ കൃഷി ചെയ്യുന്നവ: നെല്ല്, ചേന, ചേമ്പ്, വാഴപ്പഴം, ചീര, തേങ്ങ, നിത്യോപയോഗത്തിനുള്ള ഏതാനും പച്ചക്കറികൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവ: വെളുത്തുള്ളി, സവാള, ബീട്രൂട്ട്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കാബേജ്, തക്കാളി, പയർ, പടവലം, പാവയ്ക്ക, വെള്ളരി, മത്തൻ, കുമ്പളം, അരി. എൻ്റെ കൃഷിത്തോട്ടം. നിങ്ങളുടെ വീട്ടുപരിസരത്തും സ്കൂൾ പരിസരത്തും കൃഷി ചെയ്യൂ. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ, നെല്ല് എന്നിവ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ആഹ്ലാദകരമായ അനുഭവമാണ്. ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? വിഷം പുരളാത്ത പച്ചക്കറികൾ നമുക്ക് ലഭിക്കും. നമ്മുടെ ആരോഗ്യം നശിക്കാതിരിക്കും. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം. കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. ഗതാഗതം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്.
മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്തുകൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ട്. ഇനി കേരളത്തിൻ്റെ ഈ ഭൂപടം നോക്കൂ. ഇതിൽ സംസ്ഥാന പാതകളും ദേശീയപാതകളും റെയിൽവേ പാതകളും അതുപോലെ തന്നെ ജില്ലാ അതിരുകളും സംസ്ഥാന അതിരുകളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കിക്കേ. കേരളത്തിൽ റെയിൽപാതകളില്ലാത്ത ജില്ലകൾ ഏതൊക്കെ, എന്തുകൊണ്ട്? കേരളത്തിലെ വയനാട്ടിലും ഇടുക്കിയിലും റെയിൽപാതകളില്ല. മലനാട്ടിൽ പെടുന്ന ഈ 2 ജില്ലകളും സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ്. ഉയർന്ന മലനിരകളുള്ള ഈ ജില്ലകളിൽ റെയിൽപാതകൾ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ ജില്ലകളിൽ റെയിൽപാതകൾ ഇല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കൂ. ദേശീയപാതകൾ ഏറ്റവും കൂടുതലായി കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്, എന്തുകൊണ്ട്? മലനാട്ടിലും ഇടനാട്ടിലുമാണ് റോഡ് ഗതാഗതം കൂടുതലുള്ളത്. കായലുകളും മണൽ നിറഞ്ഞ പ്രദേശങ്ങളുമുള്ള തീരപ്രദേശത്തേക്കാൾ റോഡ് ഗതാഗതത്തിന് അനുയോജ്യം മലനാടും ഇടനാടുമാണ്. കായലുകളും മണൽ നിറഞ്ഞ പ്രദേശങ്ങളുമുള്ള തീരപ്രദേശത്ത് പാലങ്ങൾ നിർമ്മിച്ചപ്പോഴാണ് ദേശീയപാതകൾ വികസിച്ചത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഹരിതാഭമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത, ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവസമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ഇനി നമുക്ക് പാഠസംഗ്രഹം നോക്കാം. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. കൃഷിയിലധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ: കേരളത്തിൻ്റെ സംസ്ഥാനം, അതിരുകൾ, ജില്ലകൾ എന്നിവ വിശദീകരിക്കുന്നു. കേരളത്തിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങൾ വിശദീകരിക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിലെ സസ്യജന്തുജാലങ്ങളുടെ ആൽബം തയ്യാറാക്കുന്നു, വിശദീകരിക്കുന്നു. കേരളത്തിലെ ഋതുക്കളെക്കുറിച്ച് നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ ഉത്ഭവപ്രദേശം, ഒഴുക്കിൻ്റെ ഗതി എന്നിവ ചിത്രീകരിക്കുന്നു. നദികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നു. നദികളും കായലുകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന മൂല്യം വിവിധ മാർഗങ്ങളിലൂടെ പ്രകടമാക്കുന്നു. കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് കേരളീയ സംസ്കാരം രൂപപ്പെട്ടത് എന്ന നിഗമനം രൂപപ്പെടുത്തുന്നു. ഭൂപ്രകൃതി പ്രത്യേകതകൾക്കനുസൃതമായി കേരളത്തിൽ വികസിച്ചിട്ടുള്ള വിവിധ ഗതാഗത മാർഗങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ഭൂപ്രകൃതിക്ക് അനുസൃതമായ കാർഷിക വിളകളാണ് കേരളത്തിനുള്ളത്. ഈ പ്രസ്താവന ശരിവയ്ക്കുന്ന ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഉത്തരം: കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമായ വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് എന്നീ വിളകളും ഈ മേഖലയിലുണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യകരമാണ്. ചോദ്യം 2. കേരളത്തിലെ നദികൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങളുടെ പ്രദേശത്തെ നദികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം: നാം ഇന്ന് നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഏറെ രൂക്ഷം ജലാശയ മലിനീകരണമാണ്. മനുഷ്യർ ജലസ്രോതസ്സുകൾ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുകയും അവയെ മലിനമാക്കുകയും ചെയ്യുന്നു. നദികളിൽ നിന്നും വ്യാപകമായി മണൽ വാരുന്നത് ജലാശയങ്ങളുടെ നാശത്തിന് കാരണമാവുന്നു. നഗരങ്ങളിൽ നിന്നുള്ളതും ഫാക്ടറികളിൽ നിന്നുള്ളതുമായ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്കാണ് വലിച്ചെറിയുന്നത്. നദീജലം മലിനമാകുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ചോദ്യം 3. കേരളത്തിൻ്റെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഉത്തരം: മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് സാധാരണയായി വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ മാത്രമാണ് ലഭിക്കാറ്. ചോദ്യം 4. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ റെയിൽവേ ഗതാഗതമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഉത്തരം: കേരളത്തിൻ്റെ കിഴക്കൻ മേഖല ഒരു നിരപ്പായ പ്രദേശമല്ല. റെയിൽപാതകളുടെ നിർമ്മാണത്തിന് നിരപ്പായ ഭൂപ്രകൃതിയാണ് ഏറ്റവും അനുയോജ്യം.
അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് കേരളക്കരയിൽ എന്ന യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ പാഠവും എളുപ്പമല്ലേ? ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്